പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 248 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പോർക്കാരിയോസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ജോൺ ബെർക്ക്മാൻസിനെ കുറിച്ചാണ്. 1599 ഫ്ലാൻഡേഴ്സിൽ ബെൽജിയത്തിലെ ഒരു ചെരുപ്പ് നിർമ്മാതാവിന്റെ 5 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ജോൺ ബെർക്ക്മാൻസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു ജോണിന്റെ ആഗ്രഹം. ജോണിന് 13 വയസ്സായപ്പോൾ മാലൻസിലെ കത്തീഡ്രലിലെ കാനന്മാരിൽ ഒരാളുടെ വീട്ടുജോലിക്കാരനായി ജോൺ സേവനം ചെയ്തു. ജോണിന്റെ മാതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവും 2 സഹോദരന്മാരും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1615 ജോൺ അവിടെ പുതുതായി ആരംഭിച്ച ജെസ്യൂട്ട് സഭക്കാരുടെ കോളേജിൽ ചേർന്നു. ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നേതാവിനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം. 1616 ജോൺ മാലൻസിലെ ജെസ്യൂട്ട് സഭയിൽ നോവീഷ്യേറ്റായി ചേരുകയും ഫാദർ ആന്റോയിൻ സുക്കേറ്റ് എന്ന ആത്മീയ പിതാവിന്റെ കീഴിൽ സേവനം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും വളരെ അഗാധമായ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധൻ 1618 തത്വശാസ്ത്ര പഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ടു. പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം യേശുവിന് വേണ്ടി രക്തസാക്ഷ്യം വരിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി സൈന്യത്തിലെ ചാപ്ലിനാകുവാനാണ് വിശുദ്ധൻ അപേക്ഷിച്ചത്. വിശുദ്ധന്റെ ശുഷ്കാന്തിയും ഭക്തിയും കാരണം അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങളിൽ പോലും പരിപൂർണത ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധ ജോൺ ബെർക്ക്മാൻസ്. 1619 ആയപ്പോഴേക്കും റോമിലെ കഠിനമായ ചൂട് വിശുദ്ധന്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. ക്രമേണ വിശുദ്ധന്റെ ആരോഗ്യം ക്ഷയിച്ചു. എന്താണ് വിശുദ്ധന്റെ രോഗകാരണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഡോക്ടർമാർ കുഴങ്ങി. ഏതാണ്ട് 2 വർഷത്തോളം വിശുദ്ധൻ നിരന്തരമായ രോഗത്തിന്റെ പിടിയിലായിരുന്നു. അവസാനം 1621 ഓഗസ്റ്റ് 13 തന്റെ 22ാമത്തെ വയസ്സിൽ വിശുദ്ധ ജോൺ ബെർക്ക്മാൻസ് സമാധാനപൂർണമായി കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1865 പിയൂസ് 9 പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1888 ലിയോ 13 പാപ്പയാണ് ജോൺ ബെർക്ക്മാൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. റോമിൽ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ തന്നെയാണ് വിശുദ്ധ ജോൺ ബെർക്ക്മാൻസിനെയും അടക്കം ചെയ്തിരിക്കുന്നത്. അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്ക്മാൻസിനെ തിരുസഭ ആദരിച്ചു വരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. സൗന്ദര്യത്തെ സ്നേഹത്തിൽ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലാതെ കണ്ണാടിയുടെ മുഖസ്തുതിയിലല്ല. ഏവർക്കും നന്ദി.